ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കേരള സ്റ്റൈൽ ചിക്കൻ കറി റെസിപ്പിയാണ്. സോ ഭയങ്കര സിമ്പിൾ ആണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമന്റ് ബിലോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ടാസ്ക് സവാള കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്തതെടുക്കാം. സോ നമ്മുടെ തക്കാളി റെഡി. അടുത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് ചെയ്യണം. സോ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഇതുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചോപ്പ് ചെയ്യാനൊക്കെ പറ്റും. സോ ഇത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് നമുക്ക് ഇതിലിട്ട് മിക്സ് ചെയ്യാം. യെസ്, നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡി. സോ നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ചീൻചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. സോ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അടുത്ത് നമുക്ക് കറിവേപ്പില, അടുത്തത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് സവാള ഇടാം. അടുത്ത് നമുക്ക് സവാള ഇടാം. ഇതൊന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിടാം. ഇനി നമുക്ക് നല്ലോണം വാടുന്ന വരെ ഇളക്കാം. നമുക്ക് കുറച്ച് പൊടികൾ എടുത്ത് വയ്ക്കാം. ഞാനിതിൽ ഇട്ടിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡർ കേട്ടോ. അത് നമുക്ക് ഇത് ആയിട്ട് ഇടാം. നമ്മുടെ സവാള ഒരുവിധം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് രണ്ടും മിക്സ് ചെയ്ത് ഇതാക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയ മസാല ഇടാം. നമ്മൾ ഈ സമയത്ത് സിമ്മിലാക്കാട്ടോ, പൊടികൾ ഇല്ലെങ്കിൽ കരിയും. ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് ഇതാക്കാം. ഇനി വെള്ളമൊക്കെ വറ്റി നമുക്കൊരു നല്ല ഗ്രേവി പാകത്തിനെത്തും. അപ്പൊ നേരെ നമുക്ക് ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം. ഞാൻ നോർമലി തക്കാളി പേസ്റ്റ് ആണ് ഇടാറ്. ഈ വട്ടം ഞാൻ കുറച്ച് തക്കാളി ഇങ്ങനെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. ചിക്കൻ്റെ കുറച്ച് ബീം കൂടി നമുക്ക് ഇടാം, എന്നിട്ട് വറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇടുന്നുണ്ട്, കുറച്ച് ഇതാവാൻ വേണ്ടിട്ടോ. ഇത് കുറച്ച് നേരം അടച്ചു വെക്കാം.
സോ നമുക്ക് തുറന്നു നോക്കിയാലോ നമ്മുടെ ചിക്കൻ കറി എന്തായിരുന്നു. നല്ല കുറുകി ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ ഒന്നും കൂടി മല്ലിയില ഇടാം. ഞാൻ ആ കാഷ്നട്ട് ഇട്ടുകൊണ്ടാണ് ഇത്രയ്ക്കും കുറുകി വന്നേട്ടോ. സോ നമ്മുടെ ചിക്കൻ കറിയുടെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. സോ ദിസ് ഇസ് അവർ ഫൈനൽ ലുക്ക്. നമ്മുടെ ഈ ചാറൊക്കെ നല്ലോണം വെറ്റി നല്ലോണം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേരള സ്റ്റൈൽ ചിക്കൻ കറി ഇസ് റെഡി. എല്ലാവർക്കും ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാം, ബട്ട് ഞാൻ എൻ്റെ വേ ഓഫ് സ്റ്റൈലാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തത്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടാവും. ഞാൻ ഉണ്ടാക്കിയൊരു റെസിപ്പി ഷെയർ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. സോ അത്രയ്ക്കുള്ളൂ നമ്മുടെ കേരള സ്റ്റൈൽ ചിക്കൻ കറി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമന്റ് ബിലോ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.